വോട്ടെണ്ണലിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. പരാതിയുണ്ടെങ്കിൽ നിയമപ്രകാരമുള്ള റീകൌണ്ടിങ്ങിന് അപേക്ഷ നൽകാം. സുരക്ഷയൊരുക്കാൻ പോലീസിന്റെ പ്രത്യേക ടീമിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും എ ഷാജഹാൻ പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കേരളം കാത്തിരുന്ന വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി കഴിഞ്ഞു. ജനങ്ങളിലേക്ക് വിധി എത്തിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളോടൊപ്പം ഉണ്ട്. എ ഷാജഹാൻ സാർ, ഏത് രീതിയിലാണ് ഈ സജ്ജീകരണങ്ങളൊക്കെ? സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള പോളിംഗ് അവസാനിച്ചു. അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തിയ മുഴുവൻ EVMസും സ്ട്രോങ് റൂമുകളിൽ ആണുള്ളത്. അതായത് നമ്മുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മിക്കവാറും എല്ലാ വോട്ടുകളും കൗണ്ട് ചെയ്ത് റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ കഴിയും. വെബ്സൈറ്റുകൾ വഴിയും ചാനലുകൾ വഴിയും എല്ലാം തന്നെ റിസൾട്ട് അപ്പോൾ തന്നെ കൃത്യസമയത്ത് തന്നെ ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ പരിഭവമോ ഉണ്ടെങ്കിൽ ആ തുടർ നടപടികൾ എങ്ങനെയാണ്? അത് റിട്ടേണിംഗ് ഓഫീസറാണ്. എല്ലാ കൗണ്ടിംഗ് ഹാളുകളിലും റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് കൗണ്ടിംഗ് നടക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് റിട്ടേണിംഗ് ഓഫീസർ അവിടെ വെച്ച് തന്നെ പരിഹരിക്കും. താങ്ക് യു സാർ. എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്ന വിധിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ഇക്കൊല്ലം നമുക്കറിയാം ഇത്തവണ ഒരു രീതിയിലുള്ള പരാതികളോ പ്രശ്നങ്ങളോ ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.